നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഉള്ളവർക്കൊക്കെ ഏകദേശം ബൈബിളിനെ കുറിച്ച് ധാരണ ഉള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് ആദ്യം മുതൽ കുറച്ച് കാര്യങ്ങൾ പറയാതെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തീരെ അറിവില്ലാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാകാതെ പോകും എന്നുള്ളത് കൊണ്ട് അതിന്റെ ആദ്യപടികളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം ബൈബിൾ സർവേ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ബൈബിൾ സർവേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രണ്ട് സബ്ജക്റ്റ് ഉണ്ട് എനിക്ക്. ഒന്ന് യേശുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവും അതുപോലെ ബൈബിൾ സർവേ, രണ്ട് സബ്ജക്റ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ബൈബിൾ സർവേ എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഷാജി ബ്രദറിന്റെ അടുത്ത് ചോദിച്ചപ്പം എനിക്ക് അങ്ങനെയാണ് റിപ്ലൈ കിട്ടിയത്. അപ്പൊ ഇതെല്ലാം വ്യക്തിപരമായിട്ട് വേണ്ടവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെ, ഓൺലൈനിൽ ഉണ്ടല്ലോ, എല്ലാ ടീച്ചേഴ്സിന്റെ നോട്ട്സ് ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവര് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അത് പ്രിന്റ് നോട്ട് ഓൺലൈനിൽ കൊടുത്തിട്ടില്ലേ? പ്രകാശ് മാഷ് അന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ അന്ന് ക്ലാസ് എടുത്തതിന് നോട്ട്സ് ഞങ്ങൾക്ക് പ്രിന്റഡ് തന്നു. എനിക്ക് ഇട്ട് തന്നു, ഞാനത് അവർക്ക് കൊടുത്തു. അന്ന് എടുത്തത് മാത്രം. ബൈബിൾ സർവേ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് പിന്നെ ക്ലാസ് എടുത്തിട്ട് എനിക്ക് ഇട്ടുന്ന 2 പേജ് 3 പേജ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഓരോരുത്തർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പി പി സി മിഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നമ്മള് ഈ ഒരു ബൈബിൾ ക്ലാസ് നമ്മൾ നടത്തുമ്പോൾ രാജൻ പാസ്റ്ററാണ്, ഡോക്ടർ എൻ രാജൻ ആണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. നമുക്ക് നേതൃത്വങ്ങളൊക്കെ നൽകി തരുന്നത് പുള്ളിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. പി പി സിയുടെ അണ്ടറിലാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പി പി സി വലിയൊരു ദൗത്യത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം മുഴുവനും സുവിശേഷീകരിക്കുക എന്നുള്ള ദൗത്യം ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകം മുഴുവനും സുവിശേഷീകരിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടെ, ഒരു എയിം കൂടെ പി പി സി മിഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പി പി സി മിഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകർക്കും അതിന്റെ ഭാരവാഹികൾക്കും ആദ്യം തന്നെ ഞാൻ ദൈവനാമത്തില് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും കൂടുതലായിട്ട് ലോകവ്യാപകമായ നിലവാരത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മനസ്സ് കാണിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ആധികാരികമായ പഠനം തന്നെയാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു 1 ഇയർ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇത് ബൃഹത്തായ പഠനങ്ങളിലേക്ക് നമുക്ക് പോവാൻ സാധ്യത കുറവുകളുണ്ട്. എങ്കിൽ പോലും ബൈബിൾ സർവേ എന്ന് നമ്മൾ പറയുമ്പോൾ ബൈബിളിനെ കുറിച്ച് ഒരു ഏകദേശം ഒരു ധാരണ നമ്മളിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ബൈബിൾ സർവേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതുപോലെയുള്ള ടീമുകളൊക്കെ ഇറക്കുന്ന ബൈബിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകം എന്നുള്ള നിലവാരത്തിലൊക്കെ നമ്മൾ കാണുന്ന ബൈബിളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം POC ബൈബിൾ അതുപോലെയുള്ള ബൈബിളിലൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈബിളിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള കാരണം. മാഷ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഞാന് അത്രയും ഒരു ആമുഖമായിട്ട് പറഞ്ഞതിന്റെ കാര്യം ഒരു തെറ്റിദ്ധാരണ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിലേക്ക് കടക്കുമ്പോൾ, ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബൈബിൾ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം, അതിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ബൈബിളിനെ നമ്മളൊന്ന് ചെറിയ രൂപത്തിൽ തന്നെ നമ്മളൊന്ന് പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തക സഞ്ചയമാണ് ബൈബിൾ എന്ന് പറയുന്നത്.
ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രാരംഭ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തവരും അതുപോലെ കാലാകാലങ്ങളായിട്ട് ബൈബിൾ വായിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ബേസിക്കലി അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 66 പുസ്തകങ്ങൾ നമ്മളൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിനൊന്ന് ടച്ച് ചെയ്ത് പോവുക, അതിനെ ഒന്ന് പരിചയപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ് ഈ പഠനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു 66 പുസ്തകങ്ങളെ കുറിച്ച് അതിന്റെ പേരുകൾ അറിയാത്തവർ ആരും നമ്മുടെ ക്ലാസ്സിലുണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആർക്കെങ്കിലും 66 പുസ്തകങ്ങളെ കുറിച്ച് ധാരണയില്ലാത്തവരുണ്ടോ? അല്ലെങ്കിൽ 66 പുസ്തകങ്ങളുടെ പേരറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഇൻഡ് തരണേ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ 66 പുസ്തകങ്ങളെ കുറിച്ച്? പേരറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രതികരിക്കാൻ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ചോദ്യത്തിന്റെ ഇതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അനുസരിച്ച് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 66 പുസ്തകങ്ങളുടെ പേര് കാണാപ്പാഠം അറിയുന്നവരോ അല്ലെങ്കിൽ അത് അറിയാത്തവരും ഉണ്ടോ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത്? ഓക്കെ, നിങ്ങളുടെ മൗനം ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ്, പല വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തന്നെ. ബൈബിളിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത്, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈബിളിനെ വിഭാഗിച്ചുകൊണ്ട് നമ്മളൊന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങളും ലോകത്തിലുണ്ട്. അതില് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു പഠന ശാഖ, ഒരു പഠന രീതിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പം അറിയാലോ നമുക്ക് ബൈബിളിന്റെ ഘടന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമവും പുതിയ നിയമവും. അതറിയാത്തവരൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും അത് പറഞ്ഞു മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ചെറിയ ഒരു കുട്ടിക്ക് പോലും അവിടുന്ന് തുടങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും പഠിക്കാൻ വേണ്ടിയുള്ള അത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ബൃഹത്തായ പുസ്തകമാണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അതിനെ പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസപരമായ സെക്യുലർ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് പോലും ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ബൈബിളിന്റെ ഒരു പ്രത്യേകത. അതിനേക്കാൾ ഉപരിയായിട്ട് ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഈ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ 66 പുസ്തകങ്ങൾ നമ്മൾ ലളിതമായി ഒന്ന് ഒരു പഠനവിധേയമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോട്ട് എഴുതുന്നവരാരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഓക്കെ, ആരെങ്കിലും? എല്ലാവരും നിശബ്ദരാണ് മിക്കവാറും. പക്ഷേ ഹലോ, നോട്ട് എഴുതുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ചെറിയൊരു ഡിസ്റ്റർബ് വന്നു, ഞാനത് പരിഹരിക്കാൻ നോക്കട്ടെ. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഫോട്ടോ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അല്ല, ഇവിടെ എന്തോ ഒരു കോള് വന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ. ഓഡിയോ
വീഡിയോ ഡിസ്റ്റർബ് ഇല്ല കേട്ടോ, വീഡിയോ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഒരു സെക്കൻഡ് നോണി ബ്രദർ, ഒരു സെക്കൻഡ്. ജിസം ബ്രദറെ, ഇത് കഴിഞ്ഞിട്ട് അന്നത്തെ പോലെ ഇട്ട് തരുമല്ലോ വീഡിയോ? എങ്ങനാ? അല്ല, ജിസം ബ്രദറെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ ജിസം ബ്രദർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ചെയ്യാം, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ഒരു മീഡിയ ഹെൽപ്പർ കൂടെ ഉണ്ട്, ജിസാറ്റിനെ ഞാൻ ശ്രദ്ധിക്കുന്നു. അഗാപ്പ് മീഡിയ നമുക്ക് വേണ്ടി അങ്ങനെയുള്ള സർവീസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നു. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം 66 പുസ്തകങ്ങളുടെ പേര് എല്ലാവർക്കും അറിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിഭജിച്ച് പഠിക്കാൻ പോവുകയാണ്. ആ വിഭജനം ഏറെക്കുറെ പേർക്ക് അറിയാം, നേരത്തെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തവരും നേരത്തെ മുതൽ ബൈബിളിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാമെങ്കിലും തീരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു പഠന ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ 66 പുസ്തകങ്ങൾ നമ്മൾ വിഭജിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിനെ മൊത്തത്തിൽ രണ്ടായിട്ടുള്ള ഒരു വിഭജനം നമുക്ക് ബൈബിളിനകത്ത് കാണാൻ സാധിക്കും. അത് പഴയ നിയമവും പുതിയ നിയമവും എന്ന നിലവാരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമ്മൾ അതിനെ വിഭജിക്കുമ്പോൾ പഴയ നിയമത്തെ തന്നെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ പഠന സംവിധാനങ്ങൾക്ക് വളരെ ലളിതമായ നിലവാരത്തിൽ പഠിക്കുവാൻ വേണ്ടി അതിനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പിന്നെയും ഉപവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ഭാഗമാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ആദ്യമായിട്ട് ആ ഭാഗങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഹലോ, ബൈബിളിന്റെ വിഭജനത്തെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ കേൾക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അതെ, ഒന്ന് അത് പറയുന്നത് നല്ലതാ നോളി ബ്രദറെ, എല്ലാവർക്കും അതൊന്നും കൂടെ മനസ്സിലാക്കാനോ. അല്ല, ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കുന്നത് നല്ലതാ. ഇതിപ്പോ ഉണ്ണിമോളൊക്കെ ആദ്യമായിട്ടായിരിക്കും, ആ ജിൻഷ എന്ന് പറയണവരൊക്കെ ആദ്യമായിട്ടായിരിക്കും. ഓക്കെ ഓക്കെ, അറിയില്ല. ഓക്കെ, അപ്പം ബൈബിളിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പഞ്ചഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനകത്തെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 പുസ്തകങ്ങള് എഴുതിയത് ഒറ്റ വ്യക്തിയാണ്. മോശ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ് ഈ 5 പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത്. അതിന്റെ ഗ്രന്ഥകർത്തൃത്വം അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ ഈ 5 പുസ്തകങ്ങളാണ് മോശ എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ പഴയ നിയമത്തിലെ ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങളാണ്. അതിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ഇതിന്റെ പുറകെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ അതിന് പുസ്തകത്തെ നമുക്ക് ലളിതമായിട്ട് പഠിക്കാവുന്ന രീതിയിൽ ഒന്ന് അതിനെ പരിചയപ്പെടുന്നു എന്ന് മാത്രം. അതിൽ രണ്ടാമത്തെ വിഭാഗമാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് ഉള്ളത് പഴയ നിയമത്തില്. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അങ്ങനെ 5 പുസ്തകങ്ങളാണ് അതിന്റെ അകത്തുള്ളത്. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങളാണ്. അത് 12 പുസ്തകങ്ങളുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 12 ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു പാക്കാണ്. അതിനകത്താണ് യോശുവ, ന്യായാധിപന്മാര്, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, യെസ്ര, നെഹമ്യാവ്, എസ്റ്റർ, ഇങ്ങനെ ഈ 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. അതിന്റെയൊക്കെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഈ ഒരു പാക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വിഭജനം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം, വിഭജനത്തെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ചരിത്ര പുസ്തകങ്ങളാണ്. നോട്ട് എഴുതി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിൽ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കാവ്യാത്മക പുസ്തകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഒക്കെ നമുക്ക്
സാഹിത്യ മേഖലകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഏറ്റവും ആസ്വാദ്യകരമായ ഒരു ഒരു രീതിയാണ് കാവ്യാത്മകത എന്ന് പറയുന്നത്. പെട്ടെന്ന് മനസ്സിനകത്തേക്ക് കയറാൻ പാകത്തിന് അതിന്റെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രീതിയാണ് കാവ്യാത്മക പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് 5 പുസ്തകങ്ങളുണ്ട്. 5 ശരിക്കും പറഞ്ഞാൽ വേദപുസ്തക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു മറ്റൊരു അഭിപ്രായമുള്ളത് യിരെമ്യാവിന്റെ പുസ്തകമായിട്ടുള്ള വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട എന്നുള്ളതൊക്കെ വളരെ ആർഗ്യുമെന്റ് ഒക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൂടെ പെടുത്തിയാൽ നമുക്ക് 6 പുസ്തകങ്ങൾ കിട്ടും. കാരണം വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രവചന പുസ്തകങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു നിലവാരത്തിലേക്ക് വന്നത്. മാത്രമല്ല, വിലാപങ്ങളുടെ പുസ്തകങ്ങൾക്ക് ഒരു കാവ്യാത്മകത കൂടെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് കാവ്യാത്മക പുസ്തകങ്ങളിലേക്ക് കയറ്റുന്നതായിരിക്കും, ആ രീതിയിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കാവ്യാത്മക പുസ്തകത്തിനകത്തുള്ളത് 5+1 അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ പറയുന്ന കുറച്ചുകൂടെ ബെറ്റർ. അതിൽ ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം പ്ലസ് വിലാപങ്ങൾ, ഇങ്ങനെ 5+1 6 പുസ്തകങ്ങളാണ് ആ ഒരു പാക്കിനകത്തുള്ളത്. ഏതാണ് കാവ്യാത്മക പുസ്തകങ്ങൾ? ആർക്കെങ്കിലും റിപ്ലൈ ചെയ്യാമോ? ഇയ്യോബ്, സങ്കീർത്തനം, സദൃശ്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ. ഓക്കെ. അപ്പൊ 5+1 6 പുസ്തകങ്ങളായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നത്. അതിലെ പഴയ നിയമത്തിലെ ഒടുവിലത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് പ്രവാചക പുസ്തകങ്ങളാണ്. പ്രവാചക പുസ്തകങ്ങള് പ്രധാനമായിട്ടും നമ്മൾ 2 രീതിയിൽ നമ്മൾ തിരിച്ചു പഠിക്കുന്നുണ്ട് പ്രവാചക പുസ്തകങ്ങള്. അതില് ഒന്ന് വലിയ പ്രവാചകന്മാരും മറ്റൊരു വിഭാഗം ചെറിയ പ്രവാചകന്മാരെന്നുള്ള നിലവാരത്തില് നമുക്കതിനെ തിരിച്ചു പഠിക്കാൻ സാധിക്കും. ഈ വലിയ പ്രവാചകന്മാര്, ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്നത് അവരുടെ ആത്മീക നിലവാരത്തിന്റെ പ്രത്യേകതയെ കുറിച്ചല്ല അവിടെ ആ ഒരു തരംതിരിവ് വരുന്നത്. അത് അവരുടെ എഴുത്തുകളിൽ വന്നിട്ടുള്ള ചുരുക്കങ്ങളും അതുപോലെ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. അത് നമ്മൾ തുടർന്നുള്ള പഠനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ വലിയ പ്രവാചകന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഇങ്ങനെ 4 പ്രവാചകന്മാരെയാണ് നമ്മള് വലിയ പ്രവാചകന്മാരായിട്ട് പരിഗണിക്കുന്നത്. ഹലോ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ വലിയ പ്രവാചകന്മാര് 24 പ്രവാചക പുസ്തകം, 17 പ്രവാചക പുസ്തകങ്ങളാണ് നമുക്കുള്ളത് പഴയ നിയമത്തില്. അപ്പം 4 പ്രവാചകന്മാരെ നമ്മള് പരിഗണിക്കുന്നത് വലിയ പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അവരെ നമ്മളെ പെടുത്തുന്നത്. അത് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഇങ്ങനെ 4 പ്രവാചകന്മാരാണ്. ഇനി ബാക്കിയുള്ള പ്രവാചകന്മാരെ ചെറിയ പ്രവാചകന്മാരെന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീക, നഹും, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സക്കരിയാവ്, മലാക്കി, ഇങ്ങനെ 17 പ്രവാചക പുസ്തകങ്ങളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ടോട്ടൽ എത്ര പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി? പഴയ നിയമത്തിലെ എത്ര പുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കി? ഇപ്പോ ഹലോ, ആർക്കെങ്കിലും പ്രതികരിക്കാം? പ്രവാചക പുസ്തകങ്ങൾ 17, കാവ്യാത്മകം 5 എണ്ണം. നമുക്ക് ഒരു ഓർഡറിൽ പറയാൻ പറ്റുമോ എങ്ങനെയാണുള്ളത്? പഞ്ചഗ്രന്ഥം 5, ചരിത്രഗ്രന്ഥം 12, ചരിത്രഗ്രന്ഥങ്ങൾ 12, കാവ്യാത്മകം 5, കാവ്യാത്മകം 5 പ്ലസ് 1, 5+1 വിലാപങ്ങൾ ഉൾപ്പെടെ. പ്രവാചക പുസ്തകങ്ങൾ 2 എണ്ണം, വലിയ പ്രവാചകന്മാരോടും ചെറിയ പ്രവാചകന്മാര്. അതിൽ വലിയ പ്രവാചകന്മാര് 4 പേരും ചെറിയ പ്രവാചകന്മാർ 13 പേരും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ആണോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. ഉണ്ണിമോളെ, മറ്റൊരു വ്യക്തിക്ക് ഞാൻ അവസരം തരാം. മിനിസിസ്റ്റർ സഹകരിക്കുന്നത് വളരെ നല്ലതാണ്, ഒരു പ്രചോദനമാണ്.
മറ്റൊരു വ്യക്തിക്ക് ഞാനൊരു ഇത് തരാം. പഞ്ചഗ്രന്ഥങ്ങളിലെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ് മതി. ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം. ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് നമുക്ക് പഞ്ചഗ്രന്ഥങ്ങളിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്തൊരു വ്യക്തിക്ക് പറയാനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഞാൻ തരുകയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് എത്ര പുസ്തകങ്ങളുണ്ട്, അതിന്റെ പേരൊന്ന് നോക്കിയിട്ടൊന്ന് വായിക്കാവോ? ചരിത്ര പുസ്തകങ്ങള് 12 എണ്ണം. യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, ശമൂവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, 1-2 ശമൂവേല്, 1-2 രാജാക്കന്മാര്, 1-2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തേർ. ഓക്കെ, അത് 12 പുസ്തകങ്ങളായി അല്ലേ? 12 പുസ്തകങ്ങളായി. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാൾക്ക് സഹകരിക്കാമോ? ഒന്ന് പ്രതികരിക്കാമോ? കാവ്യാത്മക പുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതിന്റെ പേരൊന്ന് വായിക്കാവോ? കാവ്യാത്മക 1 ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, പാപങ്ങൾ. ഓക്കെ, അങ്ങനെ 5 പുസ്തകങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി പ്രവാചക പുസ്തകങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ടോട്ടൽ എത്ര പുസ്തകമുണ്ട്, എങ്ങനെയാണ് അതിന്റെ ഡിവൈഡിങ് എടുക്കുന്നത് ഒന്ന് പറയാവോ? മറ്റൊരു വ്യക്തിക്ക്, ആർക്കെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു വ്യക്തിക്ക് അത് പ്രതികരിക്കാം. പറയാത്തവര് പറയട്ടെ അല്ലേ? അതെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെശയ്യാവ്, ഇരമ്യാവ്, ഹെസ്കേൽ, ദാനിയേൽ, ഓശായ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗായി, സെക്കരിയാവ്, മലാക്കി. ഓക്കെ, താങ്ക് യു മാസ്റ്റർ, വളരെ നന്ദി സഹകരിച്ചതിന്. ഓക്കെ, ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആ ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈൽ എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് ഒരു രൂപരേഖ നമുക്ക് കിട്ടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റൈറ്റ്? ഓക്കെ ഓക്കെ, രണ്ടാമത് നമ്മൾ അതിന്റെ വിശുദ്ധ ബൈബിളിന്റെ പ്രധാനപ്പെട്ട 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് പുതിയ നിയമം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം. ഓക്കെ, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 27 പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇതുപോലെ നമ്മൾ വിഭജിച്ച് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് അതിനകത്തുണ്ട്. അപ്പൊ നമ്മള് പഴയ നിയമം വിഭജിച്ചതുപോലെ തന്നെ 4ആയിട്ട് പൊതുവെ നമ്മൾ 4ആയിട്ട് വിഭജിക്കുമ്പോൾ അതിന്റെ ഉപവിഭജനങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് അല്പസ്വല്പമായിട്ടുള്ള ഒരു നമ്മുടെ പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അഡ്വാൻസ് ആയിട്ട് പറയാമോ? പുതിയ വിശേഷങ്ങൾ ആരാ പറഞ്ഞേ? ഞാനാണ്. വിജേഷ്. ഓക്കെ, വളരെ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് സുവിശേഷങ്ങളാണ്. ഓക്കെ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെ 4 വ്യക്തികളാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചരിത്രപരമായ സംഭവങ്ങള് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 2ാമത്തെ വിഭാഗം എത്ര പുസ്തകങ്ങൾ അതിനകത്തുണ്ടെന്ന് ആർക്കെങ്കിലും പറയാവോ? 2ാമത്തെ വിഭാഗം, പുതിയ നിയമത്തിൽ 2ാമത്തെ വിഭാഗം ലേഖനങ്ങളാണോ? അല്ല, ഞാൻ പരിചയപ്പെടുത്താത്തതിന്റെ കാര്യം ഒത്തിരി നമ്മൾ അറിയാവുന്ന ആൾക്കാർ അതിനകത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്താതിരുന്നത്. ഓക്കെ, അപ്പൊ 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ചരിത്ര പുസ്തകമാണ്. പ്രവർത്തനങ്ങൾ. ഓക്കെ, ചരിത്രം, പ്രവർത്തികൾ അല്ലെങ്കിൽ അപ്പോസ്തലരുടെ പുസ്തകം. ഓക്കെ, അപ്പൊ അതാണ് ചരിത്ര പുസ്തകമായിട്ട് പുതിയ നിയമത്തിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങളെ അപ്പാടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്
അപ്പോസ്തലന്മാരുടെ പ്രവർത്തികള് അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാര് ഉൾപ്പെടെയുള്ളവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഒരു നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന രേഖയാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. വിശദമായ പഠനങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നെന്ന് മാത്രം. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് ലേഖനങ്ങളാണ്. ആകെ എത്ര ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്? ആർക്കും പറയാം? 21 21 ലേഖനങ്ങൾ. കറക്റ്റാണ്. 21 ലേഖനങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിലുള്ളത്. അതിൽ തന്നെ നമുക്ക് വിഭാഗങ്ങളായിട്ട് പഠിക്കാനുണ്ട്. അതും കൂടെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇപ്പോൾ ലളിതമായ രീതിയിൽ അതിന്റെ ഉപവിഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ് ഏറിയ പങ്കും. പിന്നീടുള്ളത് പൊതുലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തിപരമായ ലേഖനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോ ടോട്ടൽ 21 ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിന്റേത് മാത്രമായിട്ട് നമുക്ക് 14 ലേഖനങ്ങളായിട്ട് തിരിച്ചു പഠിക്കാൻ സാധിക്കും. പൊതുലേഖനങ്ങളായിട്ട് ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ പൊതുലേഖനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് പറയാം, ലേഖനങ്ങൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 21 ലേഖനങ്ങളാണ് നമുക്കുള്ളത്, അല്ലെ? ഈ 21 ലേഖനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? പൗലോസ് എഴുതിയ 14 ലേഖനങ്ങള്, 7 പൊതുലേഖനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഏറ്റവും ഒടുവിലത്തെ ഒരു വിഭാഗം ഏതാണ്? പുതിയ നിയമത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു വിഭാഗം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടുകളാണോ? വെളിപ്പാട് പുസ്തകം. യോഹന്നാനുണ്ടായ യേശുക്രിസ്തു മുഖാന്തരം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഓക്കെ, അപ്പൊ നമ്മള് പുതിയ നിയമത്തെ 4 നമ്മൾ തിരിച്ചു മനസ്സിലാക്കി, പഴയ നിയമത്തെ നമ്മൾ 4 തിരിച്ച് നമ്മൾ മനസ്സിലാക്കി, അല്ലേ? ഹലോ, യെസ്, അതെ, അതെ, മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്താ പറയാ, അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ സഹകരിക്കും, മാക്സിമം നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പുതിയ നിയമത്തെ തന്നെ ഒരു ആവർത്തി കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സുവിശേഷങ്ങൾ, ആദ്യത്തെ വിഭാഗം സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന 4 പുസ്തകങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം പറയാം? ഏറ്റവും ആദ്യം ആര് പറയുന്നു ഞാൻ നോക്കട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ വിഭാഗം ഏതാണ് നമുക്ക്? ചരിത്ര പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ അഥവാ ചരിത്ര പുസ്തകം. പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വിഭാഗം ലേഖനങ്ങൾ. ഓക്കെ, ടോട്ടൽ 21 ലേഖനങ്ങള്, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 14 ലേഖനം, പൊതുലേഖനങ്ങൾ 7. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പ്രവചന ഗ്രന്ഥം, വെളിപാട് പുസ്തകം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവായി 66 പുസ്തകങ്ങൾ നമ്മൾ വളരെ ലളിതമായ നിലവാരത്തിൽ നമ്മൾ അതിന്റെ പേരുകള് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് കുറച്ചുകൂടെ വ്യത്യസ്തമായ നിലവാരത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സർവേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായ അറിവ് ബൈബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നോട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മിനിസിസ്റ്റർ നിങ്ങൾക്ക് അതിന്റെ വേണ്ട സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക്
ബൈബിളിനകത്ത് നിങ്ങളുടെ ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുന്നവരുണ്ട്, ഒന്ന് കുറിച്ചിടുന്നത് നല്ലതാണ്. ബൈബിളിലെ ആകെ പുസ്തകങ്ങള് 66 പുസ്തകങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും കുറിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ബൈബിളിൽ ആകെ പുസ്തകങ്ങൾ 66 പുസ്തകങ്ങളാണ്. ടോട്ടൽ 1189 അധ്യായങ്ങള് വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അത്ര പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ല, അങ്ങനെ പഠിക്കേണ്ടതല്ല. പക്ഷെ എങ്കിലും നമുക്കൊരു ചെറിയൊരു അറിവ് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അതിൽ തന്നെ പഴയ നിയമത്തിൽ നമുക്ക് 929 അധ്യായങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയെങ്കിലും നമ്മൾ ആ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത്, വിശുദ്ധ തിരുവെഴുത്ത് എന്നുള്ള നിലവാരത്തിലൊക്കെ നമ്മൾ ബൈബിളിനെ കാണുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ബൈബിളിനെ കാണുന്നുണ്ടെങ്കിലും, ദൈവം എന്ന പേരില്ലാത്ത അല്ലെങ്കിൽ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കാത്ത പുസ്തകങ്ങളും ബൈബിളിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൈബിൾ എന്ന പദം ഒരു കാര്യം, ടോട്ടൽ 1289 അധ്യായങ്ങൾ എന്നല്ല പറഞ്ഞത്? അതെ. അതില് പഴയ നിയമത്തില് 929. അതിൽ ചിലപ്പോ അച്ചടി പശക് ചിലപ്പോ വന്നത് കാണാം, ഞാൻ അത് തിരുത്തി തരാം. അതാണോ ഉദ്ദേശിക്കുന്നത്? 1189 എന്നാ പറഞ്ഞത് സിസ്റ്ററെ. 1100 ആണ്, 200 അല്ല. ഓക്കെ. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം, കുഴപ്പമില്ല. കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആണോ? ഓക്കെ. അപ്പോ ഇവിടുത്തെ നമ്മുടെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അത് ചിലപ്പം നമ്മുടെ നോട്ട് പ്രിന്റർ നോട്ട് ആയതുകൊണ്ട് അതിനകത്ത് പല അച്ചടി പശകളൊക്കെ വന്നിട്ടുണ്ട്, DTPയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് തരിക. ഒന്നെങ്കിൽ നമ്മുടെ മിനി സിസ്റ്ററുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളത് അതുവഴി നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാം, ഇവിടുന്ന് പരിഹരിച്ച് പോകാം. നമ്മളെ കൊണ്ട് ആവുന്നത് പോലെയൊക്കെ നമുക്ക് ആ എല്ലാ ഡൗട്ടുകളും പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ. അത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ എടുക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടാകണം. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകണം നമുക്ക്. ഓക്കെ. അപ്പൊ ദൈവം എന്ന പദം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പദമില്ലാത്ത ബൈബിളിലെ പുസ്തകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. രൂത്തിന്റെ പുസ്തകത്തിൽ ദൈവം എന്ന പദം കാണാൻ സാധിക്കില്ല. അതുപോലെ എസ്തേറിന്റെ പുസ്തകം, എസ്തേറിൽ നമുക്ക് ആ ദൈവം എന്ന പദം നമുക്ക് കാണാൻ സാധിക്കില്ല. ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. അപ്പം വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ തിരുവചനം എന്നുള്ള ആ ഒരു നാമത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു അപാകതയല്ല, പക്ഷെ അത് ആ സിറ്റുവേഷനിൽ അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതിനകത്ത് ദൈവം എന്നുള്ള പദം പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തിരുവെഴുത്തല്ല അല്ലെങ്കിൽ ബൈബിളിന്റെ ഭാഗമല്ല എന്നുള്ള നിലവാരമല്ല അതിനുള്ളത്. അതിന്റെ പശ്ചാത്തലങ്ങൾ തന്നെ മറ്റൊരു വ്യത്യസ്തമായ നിലവാരത്തിലുള്ളതായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ. ഞാൻ മറ്റൊരു ഭാഗം കൂടി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ബൈബിൾ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ബൈബിള് എഴുതപ്പെട്ട കാലഘട്ടത്തെ കുറിച്ച് ഒരു ചെറിയ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ബൈബിൾ എഴുതപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1600 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ഒരു വർഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടോ എഴുതപ്പെട്ട അങ്ങനെ എഴുതപ്പെട്ട ഒരു സംഭവമല്ല.
അതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതല് അതിനകത്ത് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതല് ബൈബിളിനകത്ത് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ബൈബിളിനകത്ത് പറയുമ്പോൾ തന്നെ ഒത്തിരി ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ 1600 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ബൈബിൾ പൂർത്തീകരിക്കപ്പെട്ടത്. അഥവാ 66 പുസ്തകങ്ങളുടെ സമാഹാരം എന്ന് പറയുമ്പോൾ 1600 വർഷങ്ങളുടെ കാലദൈർഘ്യം കൊണ്ടാണ് അത് എഴുതപ്പെട്ടത്. കേവലം 1-2 വർഷമോ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് എഴുതി തീർക്കപ്പെട്ടതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കാലാകാലങ്ങളിലെ സംഭവങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ ചരിത്രപരമായിട്ട് അതിനെ പഠിക്കുമ്പോൾ തന്നെ അതത് കാലങ്ങളിലുള്ള ചരിത്ര സംഭവങ്ങളെ കൂടെ നമുക്ക് ബൈബിളിനകത്ത് കാണാൻ സാധിക്കും. അതാണ് ബൈബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈബിള് എഴുതപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് പ്രധാനമായും ബൈബിൾ രചിക്കപ്പെട്ടത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാലോ, നമ്മൾ ജീവിക്കുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്ത ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 3 ഭൂഖണ്ഡങ്ങളും കൂടെ ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ 3 ഭൂഖണ്ഡങ്ങളിലും കൂടെ സഞ്ചരിക്കുകയോ താമസിക്കുകയോ ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിച്ച വൃത്യന്മാർ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഏകദേശം 40 എഴുത്തുകാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. 40 ദൈവനിയോഗത്താൽ 40 പേരുടെ എഴുത്തുകളാണ് വിശുദ്ധ ബൈബിളിനെ ആധികാരികമായിട്ട് നിലകൊള്ളുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ബാലപാഠം എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നത്. തീരെ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം കൂടെ, ഒരു പൊതുവായിട്ട് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ, വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം അതിന് മുന്നേ ആവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കും കൂടെ വേണം. കാരണം എനിക്കിവിടെ സമയം നോക്കാനുള്ള ഒരു പരിമിതി ഇവിടെ വന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ക്ലാസ് മുതൽ ഞാൻ അത് പരിഹരിക്കാനും കൂടെ ശ്രമിക്കാം. ഓക്കെ, ഈ ബൈബിൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ എത്ര പേർക്കറിയാം? ഏതൊക്കെ ഭാഷയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത് എന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അരാമ്യ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ഒന്ന് ഓർഡിനേറ്റ് പറയാൻ പറ്റുമോ? പഴയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? പുതിയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? നമ്മൾ ആ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാം. എങ്കിൽ പോലും മുന്നറിവുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അത് നിങ്ങൾ നോട്ടായിട്ടൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കണേ. പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറിയ ഭാഗവും എബ്രായ ഭാഷയിലാണ്, ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളാണ് അരാമ്യ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? മനസ്സിലാക്കാത്തവർ മാത്രം ഒന്ന് പ്രതികരിച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. പഴയ നിയമം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലും അതിൽ തന്നെ വളരെ കുറച്ച് ഭാഗം അരാമ്യ ഭാഷയിലും എഴുതി വച്ചിരിക്കുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഭാഷകളാണ് എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും. ഓക്കെ, അങ്ങനെയാണ് പഴയ നിയമം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ആ കാര്യങ്ങളോട് ഒരു പൊതുധാരണയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമം
എബ്രായ ഭാഷയിൽ എഴുതിയത്? എന്തുകൊണ്ടാണ് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതുവാനുണ്ടായ കാരണം? അതിന്റെ ഒരു പൊതുവായ അറിവ്, അതിനെക്കുറിച്ച് തീരെ അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്. പഴയ നിയമം എബ്രായ ഭാഷയിൽ എഴുതുവാനുണ്ടായ കാരണം അത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമായിരുന്നു, അല്ലെങ്കിൽ പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ പലപ്പോഴും ന്യായപ്രമാണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത നിയമങ്ങളും അരുളപ്പാടുകളും അറിയിപ്പുകളും ഒക്കെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് ഇസ്രായേൽ ജനതയാണ്. എബ്രായ ഭാഷ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങൾക്ക് അത്ര വശമില്ലാത്ത ഒരു സംഭവമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലമാകുന്ന സമയത്ത് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ തേരോട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയ ഒരു മനുഷ്യനായിരുന്നു. ഏറെക്കുറെയൊക്കെ തന്റെ കൈകളിൽ ആവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആ വെട്ടിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവനും ഗ്രീക്ക് ഭാഷ അതിലേക്ക് താൻ ലോകത്തെ മുഴുവൻ കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയൊക്കെ ലോകത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്നുള്ള നിലവാരത്തിലൊക്കെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ഭാഷ എന്നുള്ള നിലവാരത്തിൽ, ഗ്ലോബൽ ആയിട്ടുള്ള നിലവാരത്തിൽ ഇംഗ്ലീഷ് നിലനിൽക്കുന്നത് പോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഗ്രീക്കിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ, അഥവാ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലൊക്കെ പുതിയ നിയമം എഴുതപ്പെട്ടപ്പോൾ അത് ഗ്രീക്കിൽ എഴുതുവാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക ജനതകൾ മുഴുവനും അറിയേണ്ടതായിരുന്നു. പഴയ നിയമം ഇസ്രായേൽ ജനത അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ പുതിയ നിയമത്തിന്റെ അവസ്ഥ അതല്ല. പുതിയ നിയമത്തിന്റെ അവസ്ഥ, നമ്മള് യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കാണുന്നത്. അവിടെ ജനവിഭാഗങ്ങളെ വേർതിരിച്ച് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ സർവലൗകികമായ ഒരു ഭാഷയായിരുന്നു ഗ്രീക്ക് ഭാഷ. ആ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അത് വായിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ പഴയ നിയമം എബ്രായ ഭാഷയിലും അതിൽ തന്നെ കുറച്ചു ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും, പുതിയ നിയമം പൂർണ്ണമായിട്ടും ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. പുതിയ നിയമത്തിന്റെ ഒന്നും കൂടെ പറഞ്ഞു തന്നായിരുന്നു. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അതിന്റെ കാരണമാണോ ചോദിക്കുന്നത്? അതിന്റെ കാരണം അതിന്റെ കാരണം ആ കാലഘട്ടത്തിൽ ഇന്ന് ഗ്ലോബൽ ലോകത്തിനാകമാനം ഇംഗ്ലീഷ് ഭാഷയാണ് എല്ലാവരും പൊതുവെ എടുക്കുന്ന ഒരു ഭാഷ. ശരിയല്ലേ? അതെ അതെ അതെ. അന്ന് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭാഷയായിരുന്നു ലോകവ്യാപകമായ ഭാഷ എന്ന് പറയുന്നത്. ഹലോ, അതിന്റെ റീസണാ ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ച കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ലൈബ്രറികൾ സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വെറുതെ ലോകം വെട്ടിപ്പിടിച്ചു പോവുകയല്ലായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ അദ്ദേഹം വെട്ടിപ്പിടിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷ ലോകത്തിന്റെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ചരിത്രവും അതുപോലെ തന്നെ പിന്നീടുള്ള അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയിൽ എഴുതുവാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞപ്പോ അതിനകത്ത് ഒരു ജനവിഭാഗം പോലും മാറി നിൽക്കാൻ പാടില്ലായിരുന്നു. അഥവാ ലോകത്തിന്റെ ഒരറ്റത്ത് കിടക്കുന്ന കേരളീയരായിരിക്കുന്ന ഞാനും നിങ്ങളും ആ ഭാഷയിൽ അന്നത്തെ ഭാഷയിൽ, ലോകവ്യാപകമായ ഭാഷയിൽ ഞാനും നിങ്ങളും അറിയുവാൻ വേണ്ടി തന്നെയായിരുന്നു അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടത്. മലയാളത്തിലേക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അധികം കാലങ്ങളായിട്ടില്ല. ഓക്കെ, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഏറെക്കുറെ നിങ്ങൾക്ക് ധാരണ കിട്ടിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹലോ, ഓക്കെ 37 ഓക്കെ 10 മിനിറ്റ് കൂടെ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ആർക്കെങ്കിലും പ്രതികരിക്കാമോ? മിനിസിസ്റ്റർ അല്ലാതെ ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാമോ? എന്തുകൊണ്ട് പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും എഴുതേണ്ടി വന്നു അല്ലെങ്കിൽ എഴുതപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മിനിസിസ്റ്റർ അല്ലാതെ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പഴയ നിയമം എഴുതപ്പെട്ടത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. യെസ്. പുതിയ നിയമം എഴുതപ്പെട്ടത് സാർവത്രികമായി ഉള്ള ഭാഷ ആയതുകൊണ്ട് എല്ലാവരും അത് കേൾക്കണം, അറിയണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അഗാപ്പ മീഡിയ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി കാണുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമുക്ക് കണ്ടു കിട്ടിയിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ, രേഖാമൂലമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈബിളിന്റെ ആധികാരികമായ രേഖാമൂലമുള്ള കാര്യങ്ങളെ കുറിച്ച് അത് പൊതുവായ ധാരണയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. നമുക്ക് നമ്മുടെ പഠനമായി അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതല്ല. എങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കയ്യെഴുത്ത് പ്രതികളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ അച്ചടി സമ്പ്രദായങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ചർമ്മലിഖിതങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ തോല് സംസ്കരിച്ചെടുത്ത് അതിനകത്താണ് എഴുത്ത് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിയ ആ ഗ്രന്ഥങ്ങൾ പലയിടത്തുനിന്നായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പിയാണ് അലക്സാണ്ട്രിയൻ പ്രതി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോപ്പി ബൈബിളിന്റെ കിട്ടി എന്നുള്ളതാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈജിപ്തിലുള്ള അലക്സാണ്ട്രിയ പട്ടണത്തിൽ നിന്ന് AD 1628 ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആ കോപ്പി ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയോ? ഓക്കെ, നമുക്ക് ബൈബിളിന്റെ ആദ്യത്തെ ഒരു പ്രതി, ഇത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലല്ല ബൈബിൾ ആയിരുന്നത്. ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ തുന്നിച്ചേർത്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ബൈബിളിന്റെ രൂപം എന്ന് പറയുന്നത്. ഇതിന്റെ പൂർവ്വ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല. അത് തോൽ ചുരുളുകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ തോലുകൾ സംസ്കരിച്ചെടുത്ത് പ്രത്യേക രീതിയിൽ അതിനകത്ത് എഴുതുന്ന രീതികൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്, അല്ലെങ്കിൽ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സംഭവം. അതിനെക്കുറിച്ചാണ് പറയുന്നത് അലക്സാണ്ട്രിയൻ പ്രതി എന്നാണ് അതിനറിയപ്പെടുന്നത്. അതിലൊരു വിഭാഗം, 3 വിഭാഗങ്ങളെ കുറിച്ച് നമ്മളിതിനെ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതിലൊരു വിഭാഗമാണ് അലക്സാണ്ട്രിയൻ പ്രതി എന്ന് പറയുന്നത്. ഇത് ഈജിപ്തിലുള്ള അലക്സാണ്ട്രിയ പട്ടണത്തിൽ നിന്ന് ലഭിച്ചതാണ്. AD 1628 ആ പ്രതി നമുക്ക് ലഭിക്കുന്നത്, ആ കയ്യെഴുത്ത് പ്രതി നമുക്ക് ലഭിക്കുന്നത്. അത് എഴുതിയത് AD 350 തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും അതിന്റെ റിസൾട്ടുകളൊക്കെ ലഭിച്ചപ്പോൾ AD 350 എഴുതപ്പെട്ട ഒരു തോൽച്ചുരുളായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ആധികാരികമായ പഠനങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പൊ ഇംഗ്ലണ്ടിൽ, ഇപ്പോൾ അത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിനകത്ത് ആ
ആ ചുരുള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളൊക്കെ. ഓക്കെ, അത് നമുക്ക് പരിശോധിച്ചാൽ ലഭിക്കും. ഇംഗ്ലണ്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രിട്ടീഷ് മ്യൂസിയം പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രതി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പ്രതി. ഓക്കെ, ആരാ ഡൗട്ട് നേരത്തെ ചോദിച്ച് ഒന്നുകൂടെ വ്യക്തമാക്കുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് വത്തിക്കാൻ പ്രതിയാണ്. വത്തിക്കാൻ പ്രതി നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. വത്തിക്കാൻ പ്രതി AD 300-നും 325-നും ഇടയിലാണ് ഈ വത്തിക്കാൻ പ്രതി എഴുതപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതി അല്ലെങ്കിൽ ആ ചുരുള് റോമിലെ വത്തിക്കാൻ ലൈബ്രറിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. റോമിലെ വത്തിക്കാൻ ലൈബ്രറിയിൽ തന്നെ ആ വത്തിക്കാൻ പ്രതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതി സൈനാറ്റിക് പ്രതിയാണ്. അതൊരു ജർമ്മൻ പണ്ഡിതനായ ടിഷൻഡോർഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്കാണ് അത് കിട്ടുന്നത്. 1884 സീനായ് മലയിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് കരുതപ്പെടുന്നത്. 1933 വരെ റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അത് സൂക്ഷിച്ചിരുന്നു. അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ലണ്ടൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് നേരത്തെ അത് റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അതുള്ളത് ലണ്ടനിലുള്ള ഒരു മ്യൂസിയത്തിൽ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് വളരെ പുരാതനമായ കയ്യെഴുത്ത് പ്രതിയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. AD 1250 കാർഡിനാൽ ഹ്യൂഗോ സൺറൂവർ എന്നയാളാണ് ബൈബിളിനെ ഇന്ന് കാണുന്ന ചാപ്റ്ററുകളായിട്ട് തിരിച്ചത്. നമ്മുടെ ആദ്യത്തെ ബൈബിളിന്റെ കോപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയുന്നത് ചാപ്റ്ററുകളായിട്ടല്ല. ആ ചാപ്റ്ററുകളാക്കിയതൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ചാപ്റ്ററുകളായിട്ട് തിരിച്ചത്. പിന്നീട് അത് വാക്യങ്ങളായിട്ട്, റെഫറൻസുകളായിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മളൊക്കെ പറയുന്നില്ലേ, മത്തായി 1:1 അല്ലെങ്കിൽ യോഹന്നാൻ 5:15 എന്നൊക്കെ പറയുന്ന ആ ഒരു നിലവാരത്തിലേക്ക് അതിനെ ആക്കി എടുത്ത ഒരു സംഭവമാണ്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വായിക്കുവാനും ഹൃദ്യസ്ഥമാക്കുവാനും വളരെ എളുപ്പത്തിൽ ഭാഗങ്ങൾ കണ്ടുപിടിക്കുവാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നേരത്തെ കയ്യെഴുത്ത് പ്രതികളിലോ അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെയോ അങ്ങനെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ബൈബിളിനെ കുറിച്ച് അതിന്റെ ശാസ്ത്രീയമായ പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. മൂന്നാമത്തെ പ്രതിയുടെ പേരെന്താന്ന് മനസ്സിലായില്ല. പ്രതിയുടെ പേര് സൈനാറ്റിക് പ്രതി. അതിനങ്ങനെ പേര് വരാനുള്ള കാരണം സീനായ് മലയിൽ നിന്നാണ് അത് കണ്ടെടുത്തത്. ആ ജർമ്മൻ പണ്ഡിതന്റെ പേരെന്തായിരുന്നു? അയാളുടെ പേര് ടിഷൻ ഡോർഫ്. ഇതിന് ചാപ്റ്റേഴ്സ് ആക്കിയ ആ വ്യക്തിയുടെ പേര് കാർഡിനാൽ ഹ്യൂഗോ സൺറൂവർ. ഒത്തിരി പേർക്ക് അവകാശവാദങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആധികാരികമായിട്ട് പഠിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന ആ പേരുകളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി പേര് ഇതിനു വേണ്ടി ഇതിന് പുറകിൽ അധ്വാനിച്ചിട്ടുണ്ട്. അയാൾ കർദിനാൾ ഹ്യൂഗോ സൺറൂവർ. അതെ, അയാളാണ് വിശുദ്ധ ബൈബിളിനെ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. അതിനെ വാക്യങ്ങളായിട്ട് തിരിച്ച വ്യക്തിയുടെ പേരാണ് റബി നാഥാൻ. റബി നാഥാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ വ്യക്തിയാണ് അതിനെ വാക്യങ്ങളായിട്ട് തിരിച്ചത്. ക്ലിയർ ആണോ? ഇപ്പോൾ ആ പ്രതി എവിടെയുള്ളത്? ഇതെല്ലാം ഇരിക്കുന്നത്, അലക്സാണ്ടർ പ്രതി ഇരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. അലക്സാണ്ട്രിയൻ പ്രതി എന്ന് പറയുന്ന ആ
കയ്യെഴുത്ത് പ്രതി ഇരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുന്നു. വത്തിക്കാൻ പ്രതി വത്തിക്കാനിൽ തന്നെ, റോമിലെ വത്തിക്കാനിൽ തന്നെ, അവിടുത്തെ ലൈബ്രറിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വത്തിക്കാൻ പ്രതി, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് വത്തിക്കാൻ പ്രതിയാണ്. ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, ഞാനിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ പ്രതി സൈനാറ്റിക് പ്രതിയാണ്. മൂന്നാമത്തെ കയ്യെഴുത്ത് പ്രതി എന്ന് പറയുന്നത് സൈനാറ്റിക് പ്രതിയാണ്. അത് റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അത് അവിടുന്ന് മാറ്റിയിട്ട് ലണ്ടനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലണ്ടനിലെ മ്യൂസിയത്തിലേക്ക് അത് മാറ്റിയിരിക്കുന്നു. ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഒത്തിരി നമ്മൾ ഓവറായി കഴിഞ്ഞാലും അത് നമുക്ക് പിന്നീട് ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം ലംഘിച്ച് മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ ഒരു ആവർത്തി കൂടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളൊന്ന് തയ്യാറായിട്ടിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് 66 പുസ്തകങ്ങളെ കുറിച്ചുള്ള അതിന്റെ മറ്റ് ചില പഠനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള പഠനങ്ങളിലേക്ക്, കുറച്ചുകൂടി വിശാലമായ പഠനങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുഖവുര പോലെ മാത്രം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനകത്ത് പലരും നേരത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, അതെനിക്ക് അറിയാവുന്നതാ. പക്ഷെ എങ്കിൽ പോലും ഒട്ടും അറിയാത്തവരും ഒരുപക്ഷെ ഇതിനകത്ത് കാണുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എങ്കിൽ പോലും എല്ലാവർക്കും അത് ഒരിക്കൽ കൂടി ഇനിയും അതൊരു ഒരു ഉപകാരപ്രദമായ നിലവാരത്തിലേക്ക് അത് വരട്ടെ എന്ന്, ആത്മീകമായ നിലവാരത്തിലേക്ക്, നമ്മുടെ ആത്മീക മൂല്യം വർദ്ധിക്കുന്ന നിലവാരത്തിലേക്ക് അത് വർദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു നോണി ബ്രദറെ. വളരെ നിശബ്ദമായിട്ട് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഒരു വാക്ക് പോലും വിട്ടുപോകാതെ എല്ലാവർക്കും നോട്ട്സ് എഴുതിയെടുക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിൽ പലതും എഴുതിയെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബാബു മാഷെ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ക്രിസ്തയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ വചനത്തിന്റെ പഠനത്തിൽ കർത്താവെ, ഞങ്ങളെ കർത്താവെ അവിടുന്ന് അയച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ബ്രദറെ കർത്താവെ അതിനായിട്ട് സഹായിച്ചു, ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, ആത്മാവോട് നിറച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഒന്നും കർത്താവെ മറന്നു പോകാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കർത്താവ് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ വചനം പഠിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദ്വിതീയയുടെ ഹൃദയം തുറന്ന് കർത്താവെ വചനം സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവെ വചനം സ്വീകരിക്കുക, അടിയങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. പങ്കെടുത്ത എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കർത്താവ് ഇനിയും ക്ലാസ്സുകളുടെ കർത്താവെ അനുഗ്രഹമായിട്ട് അനുഗ്രഹമായിട്ട് നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം അടിമത്തായ്മയിൽ ചോദിക്കുന്നു, കൃപയോടെ കർമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു.